ഹായ് ഫ്രണ്ട്സ്, ഡെയിലി മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ രുചികരമായി തനി നാടൻ രീതിയിലാണ് ഈ ഫിഷ് റോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള നല്ല വീഡിയോസിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഞാനിവിടെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം അധികം മുള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഇനി ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് മസാല പുരട്ടിയെടുക്കാം. അതിനുവേണ്ടി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മസാല ഇതിന് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുത്ത് മസാല പിടിപ്പിച്ച് വെച്ച് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു സൈഡ് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു 2 സവാള ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് വഴറ്റി കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറി കിട്ടുമ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീനിന് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനം ഒരു പകുതി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂര മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനോടൊപ്പമോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ള നല്ലൊരു ഡിഷാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. എന്നാൽ ശരി, ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.